ഇനി വളരെ ചെറിയ പ്രായത്തിൽ വലിയൊരു നേട്ടം സ്വന്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വടക്കൻ ആഫ്രിക്കയിലെ മൊറോക്കോയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കി മലയാളി പെൺകുട്ടിയായ ഇയാ കൃഷ്. തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി കൃഷ്ണരാജിന്റെയും എറണാകുളം ഏലൂർ സ്വദേശി അരുണയുടെയും മകളായ ഇയ തന്റെ 8ാം വയസ്സിൽ അച്ഛനൊപ്പമാണ് മൗണ്ട് ടൂബ്കാൽ കൊടുമുടി താണ്ടി ഏഷ്യൻ റെക്കോർഡ് കരസ്ഥമാക്കിയത്. 3 ദിവസമെടുത്ത് ജൂലൈ 7-നാണ് ഇയാ കൃഷ് 4167 മീറ്റർ ഉയരത്തിലുള്ള കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ഞാൻ ഏഷ്യനാണ്, പിന്നെ ഇന്ത്യൻ്റെ ആളാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ കുട്ടി തബുക്കിൽ കയറിയത് ഞാനാണ്. കൃഷ്. ഞാൻ പഠിക്കുന്നത് റോയൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഫുജേറ 2ാം ക്ലാസ്. തബുക്കിൽ കയറി എനിക്കൊരു റെക്കോർഡ് കിട്ടി. പോയത് ജൂലൈ 3 രാത്രി, തിരിച്ചു വന്നത് ജൂലൈ 7. തുടക്കം നല്ല സിമ്പിളായിരുന്നു. കയറി കുറച്ച് ടയർഡ് വന്നാലും ഇരുന്നില്ല. വാട്ടർ ബാഗ് ഉണ്ട്. വാട്ടർ ബാഗ് ആണ് വെള്ളം ഒഴിക്കും, പിന്നെ കുടിക്കും. ടോപ്പിലെത്തിയപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ശബരിമല അതിൽ കയറി സിമ്പിളായിട്ട് കയറിയുണ്ട്. ഒരു കുഞ്ഞ് ഹൈക്ക് UAE ഒമാനിൽ തന്നു. എന്നിട്ട് ഞാൻ ജബൽ ജീസ് കയറിയിട്ട് എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തു. പിന്നെ ഒരു വട്ടം റാബിയിൽ പോയി, റാബി ടൗൺ. അത് UAE-ലാണ്. അത് കയറിയിട്ട് ഞാൻ തബുക്കിൽ കയറി. അടുത്ത മൗണ്ടൈന് അടുത്തത് കിളിമാഞ്ചാരോ. അതാണ് പ്ലാൻ. ഒക്ടോബറിൽ പോകുന്നത്. അതിൽ റെക്കോർഡ് കിട്ടൂല. 9 വയസ്സിൽ 10 വയസ്സിൽ കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മൾ 7 വയസ്സിൽ പോകാന്ന് വിചാരിച്ചതാ, പക്ഷെ പെർമിറ്റ് കിട്ടിയില്ല. എനിക്ക് ഇഷ്ടം ട്രാവൽ ചെയ്യുന്നത്. അച്ഛനാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത്. ബാക്കി അച്ഛൻ പറയും. ഒരു 5 വയസ്സുള്ള സമയത്ത് ഞാനും അവളും കൂടി ഒരു ശബരിമല യാത്ര പോയി. ശബരിമല യാത്ര പോയപ്പോൾ അവള് സുഖമായിട്ട് കയറി, സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ സമയത്ത് ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യും, അതുപോലെ ഹൈക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ട്, മൗണ്ടൻ ഗൈഡും ഒരു അഡ്വഞ്ചർ കമ്പനി നടത്തുന്ന നാസർ ഹുസൈൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മോളിങ്ങനെ കയറിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഏകദേശം ഒരു 7-8 വയസ്സാകുമ്പോഴാണ് ഈ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികൾ തുടങ്ങുന്നത്. 5 വയസ്സിൽ ഞാൻ അങ്ങനെ കണ്ടില്ല. നീ എന്തായാലും ഒരു മല കയറാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ചെറിയ മലകൾ ഞങ്ങൾ UAE-ൽ ഇവിടെ കൊണ്ട് കയറ്റി. അങ്ങനെ കയറ്റിയപ്പോൾ അതൊക്കെ അവൾ സുഖമായിട്ട് കയറുന്നുണ്ട്, ഒരു ബോറിംഗ് ഇല്ലാതെ അവൾ തിരിച്ചിറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് 5 വയസ്സിൽ ഇവിടെ ഞങ്ങൾ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞൊരു UAE-ൽ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൈൻ ഉണ്ട്, അത് ഞങ്ങൾ കയറ്റിച്ചു. 5 വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നുള്ള റെക്കോർഡ് അവൾക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടി. അപ്പോൾ അതിനുശേഷം മൗണ്ട് തബുക്കിൽ നിന്നുള്ള മൊറോക്കോയിലെ, അതായത് നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിലേക്ക് അങ്ങനെ 2026 മാർച്ചിൽ ഞങ്ങൾ പോയി. ഈ മല കയറി ഇറങ്ങാൻ 3 ദിവസം വേണം. അങ്ങനെ 3-ാമത്തെ ദിവസം ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ഏകദേശം 3500 അടി മുകളിലെത്തി. ആ സമയത്ത് അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ -12. അപ്പോൾ അങ്ങനെ ഈ ചെറിയ കാര്യം വെച്ച് അവളിങ്ങനെ കയറാൻ പറ്റുന്നില്ല, മഞ്ഞിൽ പുതഞ്ഞു പോവുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുട്ടീനെ വെച്ച് റിസ്ക് എടുക്കുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്കൗട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ അപ്പോൾ അന്ന് വരുമ്പോൾ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, അയ്യോ ഇത് ചെയ്യാൻ പറ്റിയില്ല, അവൾക്കും വിഷമമുണ്ട് എനിക്കും വിഷമമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അത് പ്ലാൻ ചെയ്ത് ജൂലൈയിൽ വീണ്ടും പോയി. ഞങ്ങൾ 3 ദിവസം കൊണ്ട് തന്നെ ചെയ്തു. അന്ന് മഞ്ഞുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യത്തെ വില്ലൻ ചൂടായിരുന്നു, ചൂട് ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് മൗണ്ട് എൽബ്രസും അതേപോലെ കിളിമാഞ്ചാരോ. മൗണ്ട് എൽബ്രസ് റഷ്യയിലാണ്, കിളിമാഞ്ചാരോ ടാൻസാനിയ. ഈ 2 മലയും കൂടി ഒന്ന് കയറണം എന്നുണ്ട്. ഷെയ്ഖ് ഹസനെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ട് എനിക്ക് പോയിട്ട്. കാരണം നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആൾ ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ്ഡ് മനുഷ്യനാണ്. സൗത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇയാ കൃഷ്ണന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വിഷ്ണു പ്രകാശാണ് നമുക്കൊപ്പം ചേർന്നത്. വിഷ്ണു, ചെറിയ പ്രായത്തിൽ തന്നെ റെക്കോർഡുകൾ സ്വന്തമാക്കി മുന്നേറുകയാണ് ഇയ എന്ന ഈ കൊച്ചുമിടുക്കി അല്ലേ? ശരിക്കും അത്രയും ഉയരമൊക്കെ ഈ ഹൈക്കിംഗ് ഒക്കെ ഇപ്പോഴേ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ആ ഒരു പാഷൻ ഇപ്പോഴേ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലേ വിഷ്ണു? വെറും 8 വയസ്സ് മാത്രമാണ് ഇയാ കൃഷിന്റെ പ്രായം. ആ ഒരു പ്രായത്തിൽ തന്നെ ഇയാ കൃഷി കൈവരിച്ചിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്ത, ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു നേട്ടമാണ്. അതായത് വടക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായിട്ടുള്ള
മൗണ്ട് ടൂക്ബലിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ് ഈ കൃഷ്. ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. അത് തൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അന്ന് ചെയ്തതെങ്കിലും മാർച്ച് സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വലിയ വിൻ്ററൊക്കെയാണ്. അപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ -ഡിഗ്രി വരെ അതിൻ്റെ താപനിലയൊക്കെ പോയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്മാറേണ്ടി വന്നു. പക്ഷേ ആ കുട്ടി അവിടെ കൊണ്ട് അത് അവസാനിപ്പിച്ചില്ല. തൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹം അത് അച്ഛനുമായി പങ്കുവെച്ച്, അച്ഛനെ അറിയാമായിരുന്നു. അച്ഛൻ ആദ്യമായിട്ട് ഇവർ ശബരിമലയിൽ പോകുമ്പോഴാണ് ഈ ഒരു കുട്ടിയിലെ ഒരു മല കയറുന്ന ഒരു ഹൈക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ചെറിയ താല്പര്യമുണ്ട് എന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അത് വളർത്തി കൊണ്ടുവരികയായിരുന്നു. UAE-യിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ നിലവിലൂടെ വെക്കേഷൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ UAE-യിൽ തന്നെ ഫുജേറയിലൊക്കെ ഒരു പർവ്വതങ്ങൾ കയറുകയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഈ ഒരു കാലയളവിൽ അത് ഈ കുട്ടിക്ക് കൊടുത്തിരുന്നു. അങ്ങനെ 7-ാം വയസ്സിൽ ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്താൻ, അത് സാധാരണഗതിയിൽ 7 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ പർവ്വതത്തിലോട്ടൊക്കെ കയറാൻ സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ ഇതിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ആ ഒരു അറ്റംപ്റ്റ് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പ്രായമാകാത്തത് 7 വയസ്സ് കഴിയണമെന്നുള്ളൊരു നിബന്ധന ഉള്ളത് കൊണ്ട് അത് പിന്നീട് നീക്കി വയ്ക്കുകയായിരുന്നു. അങ്ങനെ മാർച്ചിൽ ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. പക്ഷേ മാർച്ചിൽ ഒരു ഏതാണ്ട് ഒരു 600 മീറ്റർ മാത്രം താഴെ വെച്ച് അവർക്ക് അവസാനം ഈ തണുപ്പ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടുന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷേ ജൂലൈയിൽ അവർ വീണ്ടും അച്ഛനും മകളും അതുപോലെ തന്നെ പർവ്വത ആരോഹണത്തിനൊക്കെ ഒരു പ്രാക്ടീസ് നൽകിയ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആ വ്യക്തി കൂടി ചേർന്ന് അവർ വീണ്ടും മൊറോക്കോയിലേക്ക് പോകുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഏതാണ്ട് 4167 മീറ്ററാണ് ഈ മൗണ്ട് ടൂക്ബലിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉയരം കീഴടക്കി അവിടെ നിന്നും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലിവിടെ വെക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കാലയളവിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കുട്ടി സ്കൂളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ വീണ്ടും ഇതിൻ്റെ വലിയ വിശേഷങ്ങളൊക്കെ, സാധാരണ നമ്മളൊക്കെ ചെന്ന് അവിടെ കാഴ്ചകൾ കാണാൻ പോയത് ടൂർ പോയിന്റ് ഒക്കെ വിശേഷം പറയുമ്പോൾ കുറച്ച് വലിയൊരു വിശേഷം തന്നെയായിരിക്കും. വലിയ വിശേഷമാണ് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ ഈയൊക്കെ ഉണ്ടാവുക അല്ലെ. എന്തായാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മകൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, തന്റെ മകൾക്ക് അത് കഴിയുമെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പിന്തുണയും പ്രാക്ടീസും ഒക്കെ നൽകിയ രക്ഷിതാക്കൾക്കും വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ കൊച്ചുമോൾക്ക് സാധിക്കട്ടെ. അവളുടെ ഇഷ്ടമാണ് ഹൈക്കിങ്, ട്രാവലിംഗ് എന്നൊക്കെ പറയുന്നത്. ഇഷ്ടങ്ങൾ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് സഞ്ചരിക്കാൻ ആ മോൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി.